കഴിഞ്ഞ സർക്കാരിന്റെ മദ്യനയം വിജയമാണോ പരാജയമാണോ എന്ന് ഇനി പരിശോധിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാണ് കെ മുരളീധരൻ സംസാരിച്ചു തുടങ്ങിയത്. മദ്യനയം പ്രഖ്യാപിച്ചത് ക്ലിഫ് ഹൗസിൽ വെച്ചാണ്, ഇപ്പോൾ കണ്ടോൺമെന്റ് ഹൗസിൽ. ഇതിനപ്പുറം ഒരു വിലയിരുത്തലിന്റെ ആവശ്യമില്ല. ക്ലിഫ് ഹൗസിൽ നിന്ന് കണ്ടോൺമെന്റ് ഹൗസിലേക്ക് മാറേണ്ടി വന്നതിന്റെ കാരണം മദ്യനയമാണെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചു. മദ്യനയം ഭരണത്തുടർച്ച ഇല്ലാതാക്കിയെന്ന ഷിബു ബേബി ജോണിന്റെ നിലപാടിനോട് വ്യക്തിപരമായി യോജിക്കുന്നു. എന്നാൽ മദ്യനയത്തിൽ UDF സ്വീകരിക്കുന്ന ഏത് നിലപാടിനൊപ്പവും നിൽക്കുമെന്ന് മുന്നണി യോഗത്തിൽ മുരളീധരൻ പറഞ്ഞു. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. കഴിഞ്ഞ ഒരു മാസമായി UDF സമരങ്ങൾ പരാജയമാണെന്ന് കെ മുരളീധരൻ വിമർശിച്ചു. മദ്യനയത്തിലെ സമരങ്ങൾ രാമേശ്വരത്തെ ക്ഷൗരം പോലെയാകരുതെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. സമരം ശക്തീകരണം എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് സമരം അത്ര പോരാ എന്നുള്ള അഭിപ്രായം UDFിലെ സാധാരണ പ്രവർത്തകർക്കുണ്ട്. അതുകൊണ്ടാണ് ശക്തമായിട്ടുള്ള സമരം നടത്തണം എന്ന് പറയാനുള്ള കാരണം. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് നല്ലതെന്ന നിലപാടാണ് CMPക്കും. കക്ഷികൾക്കും നേതാക്കൾക്കും മദ്യനയത്തിൽ വ്യത്യസ്ത നിലപാടുണ്ടെങ്കിലും അത് പരസ്യമായി പറഞ്ഞ് വിവാദമുണ്ടാക്കരുത് എന്ന ധാരണയിലാണ് മുന്നണി യോഗം പിരിഞ്ഞത്. ബാറുകളെല്ലാം അടച്ചുപൂട്ടുന്നതിനെതിരെ പാർട്ടി വേദിയിൽ നിലപാടെടുത്തിരുന്ന കോൺഗ്രസ് നേതാക്കളിൽ പലരും ഇന്നലത്തെ UDF യോഗത്തിൽ മൗനം പാലിച്ചു. CG കടയ്ക്കൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.